ഹായ് ഹലോ ഓൾ, HB ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യയെ പറ്റിയാണ്. മുൻ പരീക്ഷകളിലെല്ലാം തന്നെ പ്രധാനമായും ചോദിച്ചിട്ടുള്ള കുറേ ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മറക്കാതെ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. മറന്നുപോകരുത്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പലവട്ടം നമ്മൾ ഒട്ടുമിക്ക എല്ലാ മോക്കിലും കാണുന്ന ചോദ്യമാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്കിലാണ്. കട്ടക്ക് എവിടെയാണുള്ളത്? ഒഡീഷയിലാണ്. ഓക്കെ അല്ലേ? സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കട്ടക്കിൽ സ്ഥിതി ചെയ്യുന്നു. കട്ടക്ക് ഒഡീഷയിലാണ്. മൂന്നാമത് ക്വസ്റ്റ്യൻ. സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കരിമ്പിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ, തമിഴ്നാട്. ഓക്കെ അല്ലേ? സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്നു. കോയമ്പത്തൂർ തമിഴ്നാടിലാണ്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിംലയിലാണ്. ഷിംല, ഹിമാചൽ പ്രദേശ്. ഓക്കെ അല്ലേ? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംലയിലാണ്. ഷിംലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിംല. ഷിംല ഷിംല ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. രാജമുന്ദ്രിയിൽ സ്ഥിതി ചെയ്യുന്നു. രാജമുന്ദ്രി ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ വായിക്കാം. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. രാജമുന്ദ്രിയിൽ സ്ഥിതി ചെയ്യുന്നു. രാജമുന്ദ്രി ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജമുന്ദ്രി, ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെരി വെരി ഇമ്പോർട്ടന്റ്. സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡ്. ക്ലിയർ അല്ലേ? ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നേരത്തെ നമ്മൾ ഷുഗർ കെയിൻ പഠിച്ചു. എവിടെയാണ് ഷുഗർ കെയിൻ? ഷുഗർ കെയിൻ പഠിച്ചത് കോയമ്പത്തൂരിലാണ്. മാറിപ്പോകരുത്. ഷുഗർ കെയിൻ, കരിമ്പ് പഠിച്ചത് കോയമ്പത്തൂരിലാണ്. പക്ഷേ നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. കാൺപൂർ സ്ഥിതി ചെയ്യുന്നു. കാൺപൂർ, ഉത്തർപ്രദേശ്. ഓക്കെ അല്ലേ? നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. കാൺപൂർ സ്ഥിതി ചെയ്യുന്നു. കാൺപൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. മാറിപ്പോകരുത്. കരിമ്പും അത് രണ്ടും മാറിപ്പോകരുത്. കരിമ്പ് എവിടെയാണ്? ഷുഗർ കെയിൻ കോയമ്പത്തൂരിലാണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. കാൺപൂർ സ്ഥിതി ചെയ്യുന്നു. ഉത്തർപ്രദേശ്. എട്ടാം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലാക് എന്ന് പറഞ്ഞാൽ ഒരു തരം റെസിൻ ആണ്. റെസിൻ. ഇതിന്റെ പേര് മാറ്റുന്നുണ്ട്. ഇന്ത്യൻ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാറ്റി. പിന്നെ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ റെസിൻസ് ആൻഡ് ഗംസ് എന്ന പേരിലേക്ക് മാറ്റി. IINRG 2007 പേര് മാറ്റി. എവിടെ സ്ഥിതി ചെയ്യുന്നു? റാഞ്ചി, ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇന്ത്യൻ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാറ്റി. പുതിയ പേരെന്താ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ റെസിൻസ് ആൻഡ് ഗംസ്, IINRG 2007 പേര് മാറ്റി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എങ്ങനെ ചോദിക്കണമെന്നില്ല. ഇപ്പൊ വീണ്ടും ഇന്ത്യൻ ലാക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിക്കണമെന്നില്ല. പകരം എന്ത് ചോദിക്കാം? IINRG, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ റെസിൻസ് ആൻഡ് ഗംസ് എന്ന് ചോദിക്കാം. എവിടെ സ്ഥിതി ചെയ്യുന്നു? റാഞ്ചി, ജാർഖണ്ഡിൽ എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു. ഒൻപതാമത് ക്വസ്റ്റ്യൻ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാലിലാണ്. കർണാൽ, ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നു. വെരി ഇമ്പോർട്ടന്റ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാലിലാണ്. കർണാൽ, ഹരിയാന. പാലുൽപ്പന്നങ്ങളാണ് ഡയറി എന്ന് പറയുന്നത്. പാലുൽപ്പന്നങ്ങൾ.
ഓക്കെ അല്ലേ? ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പാൽ ഉൽപ്പന്നങ്ങൾ, ഡയറി എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു മിൽക്ക്. ഓക്കെ അല്ലേ? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു കർണാലിലാണ്. കർണാൽ സ്ഥിതി ചെയ്യുന്നു ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഫ്യൂവൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഫ്യൂവൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ധൻബാദിൽ സ്ഥിതി ചെയ്യുന്നു. ധൻബാദ് എവിടെയാണ്? അതും ജാർഖണ്ഡിലാണ്. ഇനി ധൻബാദ് ഈസ് കൺസിഡേർഡ് ആസ് ദ കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? സെൻട്രൽ ഫ്യൂവൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ധൻബാദ് സ്ഥിതി ചെയ്യുന്നു. ധൻബാദ് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. 11ാമത് ക്വസ്റ്റ്യൻ, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു. ചെന്നൈ, തമിഴ്നാട്. ഓക്കെ അല്ലേ? സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു. ലെതർ വെരി ഇമ്പോർട്ടൻറ്റ്, ചെന്നൈ. ചെന്നൈ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്നു, തമിഴ്നാട്ടിലാണ്. 12ാമത് ക്വസ്റ്റ്യൻ, സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ധൻബാദിലാണ്. ധൻബാദ് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അല്പം നേരത്തെയും പറഞ്ഞു, ധൻബാദ് ഇസ് ദ കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ധൻബാദ്. ഓക്കെ അല്ലേ? 13ാമത് ചോദ്യം, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ലക്നൌവിലാണ്. ലക്നൗ, ഉത്തർപ്രദേശ്. ഓക്കെ അല്ലേ? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്നു. ലക്നൗ, UP. ഓക്കെ അല്ലേ? 14ാമത് ചോദ്യം, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേറ്ററി. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേറ്ററി എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂനെയിലും ഉണ്ട്, ന്യൂഡൽഹിയിലും ഉണ്ട്. സോ ഈ ഓപ്ഷനിൽ 2 ആൻസർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേറ്ററി പൂനെയിലും ന്യൂഡൽഹിയിലും ഉണ്ട്. അടുത്ത ചോദ്യം, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, കർണാടക. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ബാംഗ്ലൂർ, കർണാടക. 16ാമത് ചോദ്യം, സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷൻ. സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചണ്ഡീഗഡിൽ സ്ഥിതി ചെയ്യുന്നു. മറന്നുപോകരുത്, സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷൻ. സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷൻ, ചണ്ഡീഗഡ്. ഓക്കെ അല്ലേ? 17ാമത് ചോദ്യം, നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി. നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി ജംഷഡ്പൂരിലാണ്. ജംഷഡ്പൂർ, ജാർഖണ്ഡിലാണ്. സ്റ്റീൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. സ്റ്റീൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇവിടെയാണ് ടാറ്റ നഗറൊക്കെ ഉള്ളത്. ടാറ്റ നഗറൊക്കെ ഉള്ളത് ഇവിടെയാണ്. അതായത് സ്റ്റീൽ ഫാക്ടറി ജംഷഡ്പൂരിലാണ്. സോ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി ഉള്ളത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാവ്നഗർ. ഭാവ്നഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഭാവ്നഗർ ആണ്. ഭാവ്നഗർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്തയാണ്. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. ആരാണ് ഫൗണ്ടർ? അലക്സാണ്ടർ കണ്ണിങ്ങം ആണ്. എന്ത് ഫൗണ്ട് ചെയ്യുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് founder of archaeological survey of India is Alexander Cunningham. Alexander Cunningham. വർഷം 1861, 1861. ഓക്കെ അല്ലേ? സോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു
കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു. അതും ഇവിടെ തന്നെ വെസ്റ്റ് ബംഗാളിലാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ആര് തന്നെയാണ്? വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. ഓക്കെ അല്ലെ? സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്തയിലാണ്, വെസ്റ്റ് ബംഗാൾ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൂട്ട് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അതും വെസ്റ്റ് ബംഗാൾ ആണ്. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം, ടെക്സ്റ്റൈൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ടെക്സ്റ്റൈൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ്. ടെക്സ്റ്റൈൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹമ്മദാബാദ്. എവിടെയാണ്? ഗുജറാത്ത്. ടെക്സ്റ്റൈൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദ്, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എയറോനോട്ടിക്കൽ ലബോറട്ടറി ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു, കർണാടക. നാഷണൽ എയറോനോട്ടിക്കൽ ലബോറട്ടറി ബാംഗ്ലൂർ, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പനാജി, ഗോവ. ഓക്കെ അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പനാജി എവിടെയാണ്? ഗോവയിലാണ്, ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ജിയോഫിസിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ജിയോഫിസിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നു, ഹൈദരാബാദ്. വെരി ഇമ്പോർട്ടൻറ്റ്. നാഷണൽ ജിയോഫിസിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. ഓക്കെ അല്ലെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു? റൂർക്കി സ്ഥിതി ചെയ്യുന്നു, റൂർക്കി. അതും ഇവിടെ തന്നെയാണ്, ഉത്തരാഖണ്ഡിൽ തന്നെയാണ്, ഉത്തരാഖണ്ഡ്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, റൂർക്കി, ഉത്തരാഖണ്ഡ്. ഓക്കെ അല്ലേ? അടുത്തത്, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു, മുംബൈ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു, മുംബൈ, മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് ലബോറട്ടറി. ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് ലബോറട്ടറി ഗുൽമാർഗ് ആണ്. ഗുൽമാർഗ് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്, ടൗൺ. ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് ലബോറട്ടറി ഗുൽമാർഗ്, ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ അല്ലേ? ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് ലബോറട്ടറി ഗുൽമാർഗ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്നു, ലക്നൗ, ഉത്തർപ്രദേശ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, ലക്നൗ, ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 32ാമത് ക്വസ്റ്റ്യൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, മൈസൂർ സ്ഥിതി ചെയ്യുന്നു, മൈസൂർ. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, മൈസൂർ സ്ഥിതി ചെയ്യുന്നു, മൈസൂർ, ബാംഗ്ലൂർ, കർണാടക. ഓക്കെ അല്ലെ? സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, മൈസൂറിൽ സ്ഥിതി ചെയ്യുന്നു, മൈസൂർ, മൈസൂർ, വെരി ഇമ്പോർട്ടൻറ്റ്, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു, കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നു, കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. സെൻട്രൽ
ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. വെസ്റ്റ് ബംഗാൾ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു നാഗ്പൂർ, സ്ഥിതി ചെയ്യുന്നു നാഗ്പൂർ, മഹാരാഷ്ട്ര. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു നാഗ്പൂർ, സ്ഥിതി ചെയ്യുന്നു നാഗ്പൂർ, മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കരൈക്കുടിയാണ്, കരൈക്കുടി, തമിഴ്നാട്. സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കരൈക്കുടി, തമിഴ്നാട്. 36ാമത് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജി റിസർച്ച് സെന്റർ. ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജി റിസർച്ച് സെന്റർ ലക്നൌവിലാണ്, ലക്നൗ, ഉത്തർപ്രദേശ്. ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജി റിസർച്ച് സെന്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ദുർഗാപൂരിലാണ്. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ദുർഗാപൂരിലാണ്, വെസ്റ്റ് ബംഗാൾ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഹൈദരാബാദാണ്, ഹൈദരാബാദ്. സെൻട്രൽ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഹൈദരാബാദ്, തെലങ്കാനയിലാണ്. സെൻട്രൽ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലാർ ബയോളജി ഹൈദരാബാദ്, തെലങ്കാനയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളയിലാണ്, കേരള, മറന്നു പോകരുത്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കേരള. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം, അതും കേരള. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം, കേരള. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഗ്രൗണ്ട്നട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഗ്രൗണ്ട്നട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജുനഗഡ് ആണ്, ഗുജറാത്ത്. ഓക്കെ അല്ലേ? നാഷണൽ ഗ്രൗണ്ട്നട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജുനഗഡ്, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് വാരണാസി, വാരണാസി, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് വാരണാസി, യു പി. വാരണാസി, യു പി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് വാരണാസി, യു പി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് എവിടെയാണ്? കാൺപൂർ ആണ്, കാൺപൂർ, ഉത്തർപ്രദേശ്. പറയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് കാൺപൂർ, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി റിസർച്ച് എവിടെയാണ്? കർണാലിലാണ്. കർണാൽ എവിടെയാണ്? ഹരിയാനയിലാണ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി റിസർച്ച് എവിടെയാണ്? കർണാൽ, കർണാൽ, ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്, കോഴിക്കോട്, കേരള. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ സിട്രസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ സിട്രസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഗ്പൂർ ആണ്, നാഗ്പൂർ, മഹാരാഷ്ട്ര. സെൻട്രൽ സിട്രസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാണ്? നാഗ്പൂർ ആണ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, നാഗ്പൂർ തന്നെ. ഓക്കെ അല്ലേ? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച്. 49ാമത് ക്വസ്റ്റ്യൻ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? ചെന്നൈ, തമിഴ്നാടു. MS സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ.
ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് തന്നെയാണ് ആര്? MS സ്വാമിനാഥൻ. ഈ ഇടയിൽ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? ചെന്നൈ, തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി, ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച്, പെടവേഗി, ആന്ധ്രാപ്രദേശ്. വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് എവിടെയാണ്? പെടവേഗിയാണ്, ആന്ധ്രാപ്രദേശ്. പെടവേഗി, ആന്ധ്രാപ്രദേശ്. അടുത്ത കിടക്കാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലും ഉണ്ട്, ആലപ്പുഴയുണ്ട്. പൂനെ മഹാരാഷ്ട്ര, ആലപ്പുഴ കേരള. ഈ കൊറോണ സമയത്തെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കേട്ട ഒരു സ്ഥലമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. പൂനെയിലും ഉണ്ട്, ആലപ്പുഴയിലും ഉണ്ട്, മറന്നു പോകരുത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്, തെലുങ്കാന. സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഹു ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഫിംഗർ പ്രിന്റിംഗ്? ആലക് ജഫ്രി. സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എവിടെയാണ്? ഹൈദരാബാദ്, തെലുങ്കാന. ആൻഡ് ഫാദർ ഓഫ് ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ഫിംഗർ പ്രിന്റിംഗ് ആലക് ജഫ്രി ആണ്. ആലക് ജഫ്രി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചി, കേരള. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചി, കേരള. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച് എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈ മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? 56ാമത് ചോദ്യം, നാഷണൽ ബ്രെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ബ്രെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മനേസർ, മനേസർ, ഹരിയാന. നാഷണൽ ബ്രെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനേസർ, ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സോലൻ ആണ്. സോലൻ, ഹിമാചൽ പ്രദേശ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നാഷണൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സോലൻ, ഹിമാചൽ പ്രദേശ്. ആൻഡ് സോലൻ സിറ്റി ഈസ് കോൾഡ് as the mushroom city of India. Solan city is called the mushroom city of India and city of red gold and mini Shimla എന്നൊക്കെ അറിയപ്പെടുന്ന എവിടെ തന്നെയാണ്? സോളനെയാണ്. Solan is considered as the city of red gold and also mini Shimla എന്നറിയപ്പെടുന്നതും സോളനാണ്. So നാഷണൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സോലൻ, ഹിമാചൽ പ്രദേശ്. ആൻഡ് സോലൻ സിറ്റി is called as the mushroom city of India and city of red gold and mini Shimla എന്നൊക്കെ അറിയപ്പെടുന്ന എവിടെ തന്നെയാണ്? സോലൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഓർക്കിഡ്സ്. വെരി ഇമ്പോർട്ടന്റ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഓർക്കിഡ്സ് സിക്കിം ആണ്. സിക്കിം. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഓർക്കിഡ്സ് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 59ാമത് ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയാബീൻ റിസർച്ച്. ഇൻഡോറിലാണ്. ഇൻഡോർ മധ്യപ്രദേശിലാണ്. ദെൻ ഏത് സംസ്ഥാനത്തെയാണ് സോയാ പ്രദേശ് അറിയപ്പെടുന്നത്? സോയാ പ്രദേശ് ഓഫ് ഇന്ത്യ. കമന്റ് ചെയ്യണേ കമന്റ് ബോക്സിൽ. സോയാ പ്രദേശ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയാബീൻ എവിടെയാണ്? ഇൻഡോർ ആണ്. ഇൻഡോർ എവിടെ? മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഗ്രേപ്സ്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഗ്രേപ്സ് എവിടെയാണ്? പൂനെയാണ്. പൂനെ മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? ഗ്രേപ്പ് സിറ്റി ഓഫ് ഇന്ത്യ? നാസിക് ആണ്. നാസിക്. മറന്നുപോയത് നാസിക് ആണ്. അങ്ങനെയാണെങ്കിൽ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ഗ്രേപ്സ് എവിടെയാണ്? പൂനെ. മറന്നു പോകരുത്. അവസാനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
നമ്മുടെ ചാനലിലും ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB ക്ലാസ്സസ്.